അപ്പൊ EPL-ന്റെ ഈ ഒരു സീസൺ തീരാൻ ഇനി 4 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത സീസണിൽ എറിക് ടെൻ ഹാഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ചായിട്ടുണ്ടാകുമോ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എറിക് ടെൻ ഹാഗിന്റെ പെർഫോമൻസിൽ ഫാൻസും ക്രിറ്റിക്സും ഒക്കെ ഹാപ്പി ആണോ എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു സീസൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് യൂറോപ്പ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യുക, FA കപ്പിന്റെ ഫൈനലിൽ ഒരു മികച്ച പെർഫോമൻസ് പുറത്തെടുത്ത് കപ്പ് അടിക്കുക, ഈ 2 ടാർഗറ്റുകളാണ് എറിക് ടെൻ ഹാഗിന് മുമ്പിലുള്ളത്. പുള്ളി അത് അച്ചീവ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പലപ്പോഴും ഒരു പ്രോപ്പർ സ്ട്രക്ചർ യുണൈറ്റഡിന്റെ ടീമിൽ ഇല്ല എന്നുള്ളൊരു ആക്ഷേപം നമ്മൾ ക്രിറ്റിക്സിന്റെ സൈഡിൽ നിന്നും ഫാൻസിന്റെ സൈഡിൽ നിന്നും കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ബിൽഡപ്പിലായാലും ഡിഫൻസിലായാലും അത് കൊണ്ടുവരാൻ പുള്ളിക്ക് പലപ്പോഴും കഴിയുന്നില്ല. ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസുകൾ നമ്മൾ കാണാറുണ്ട്, അങ്ങനെ മത്സരം ജയിക്കുന്നു. എന്നാൽ വളരെ ദയനീയമായിട്ടുള്ള ഡിഫൻസീവ് പ്രോബ്ലംസും പലപ്പോഴും യുണൈറ്റഡിന്റെ പെർഫോമൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്തായിരിക്കും അടുത്ത സീസണിൽ പുള്ളിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ടെൻ ഹാഗ് ചെയ്യേണ്ടത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ 3 പ്രധാനപ്പെട്ട ടാസ്കുകളാണ് പുള്ളി എത്രയും പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഒന്ന്, ഈ ഒരു സ്ക്വാഡ് ട്രിം ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്, വളരെ ആവറേജ് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അതുകൂടാതെ പുറത്ത് ലോണിലേക്ക് പോയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ടാസ്കും ടെൻ ഹാഗിന്റെ കയ്യിലുണ്ട്. മാനേജ്മെന്റുമായിട്ടും പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് വളരെ ഷോർട്ടായിട്ടുള്ള സ്പാനിൽ തന്നെ ഒരു നല്ല ഡിസിഷൻ എടുത്തുകൊണ്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാത്ത പ്ലേയേഴ്സിനെ പറഞ്ഞു വിടുക, അല്ലെങ്കിൽ ലോണിലൂടെ പുറത്തേക്ക് അയക്കുക, സെല് ചെയ്യേണ്ട പ്ലേയേഴ്സിനെ സെല് ചെയ്യുക എന്നുകൊണ്ട് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അടുത്ത സീസണിലേക്ക് പുള്ളിയുടെ സ്റ്റൈലിൽ കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നതിൽ യാതൊരു സംശയവുമില്ല. 2 പുതിയ സൈനിങ്സ് ആണ്. നമുക്കറിയാം ടെൻ ഹാഗ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സൈനിങ് വേണ്ട രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല. അത് നമുക്കറിയാം. ആന്റണിയുടെ കാര്യം അല്ലെങ്കിൽ ഹോയ്ലാൻഡിന്റെ കാര്യമൊക്കെ ഉദാഹരണങ്ങളാണ്. ഹോയ്ലാൻഡിന് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഇനി ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഡെവലപ്പ് ആവും. പക്ഷേ ഈ ഒരു സീസണിൽ ആന്റണിയുടെ ഓവറോൾ പെർഫോമൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഇമ്പാക്ട് ഒന്നും പുള്ളി കൊണ്ടുവന്നിട്ടില്ല. കസമിറോയുടെ പെർഫോമൻസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരാനായാലും മലാസിയ ആയാലും ഇഞ്ചുറി പ്രോൺ ആയിട്ട് ഹാഫ് ഓഫ് ദ സീസൺ പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ ആണ്. പുള്ളിയുടെ ടാക്ടിക്കൽ അപ്രോച്ചിനനുസരിച്ചുള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുക. അത് സൂപ്പർ സ്റ്റാറിനെ വേണമെന്നില്ല, ആവറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സിനെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൈസിൽ സൈൻ ചെയ്തുകൊണ്ട് ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് 2ാമത്തെ ടാസ്ക്. 3ാമത്തെ ടാസ്ക് ഒരു പ്രോപ്പർ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അയാക്സ് കളിക്കുന്ന സമയത്ത് അയാക്സ് ടീമിൽ അതുപോലുള്ള സ്ട്രക്ചർ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കോൺഫിഡന്റ് ആയിട്ട് കളിക്കാൻ പറ്റിയ തങ്ങളുടെ പ്രധാനപ്പെട്ട പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുള്ളി അത് ബിൽഡ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. എന്നാൽ നമ്മളെ പഴയ ഫോമിലേക്ക് ചിലപ്പോൾ യുണൈറ്റഡിന് മടങ്ങി വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ തോമസ് ടുഷലും യുണൈറ്റഡുമായിട്ട് ചില ലിങ്ക്സ് ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ടുഷൽ UCL അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക്. പുള്ളി എന്തായാലും ബയണിൽ തുടരാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫർ കൊടുത്ത് ചിലപ്പോൾ ടെൻ ഹാഗിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ടുഷൽ യുണൈറ്റഡിലേക്ക് വന്നാൽ അതൊരു സർപ്രൈസ് ആയിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം അയാക്സും ടെൻ ഹാഗുമായിട്ട് ചില റൂമേഴ്സും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട്. പുള്ളി തിരിച്ച് അയാക്സിലേക്ക് പോകുമോ, ടുഷൽ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുമോ എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന മറ്റു ചില റൂമേഴ്സ്. നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം ടുഷൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡിഫെൻസീവ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. ബയണിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വേണ്ട രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല. എന്നാൽ ചെൽസി കളിക്കുമ്പോൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്ലേയേഴ്സിനൊക്കെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു കോച്ച് തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.